ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. വീട്ടിലെപ്പോഴും കാണുന്ന കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ 8 പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഷുഗർ ക്യാരമലൈസ് ചെയ്യുവാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ നമ്മൾ എടുക്കുക. ഇനി അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പോളം ഷുഗറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാൻ നന്നായി ചൂടായ ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതൊന്നും ചെയ്യേണ്ട, ലോ ഫ്ലെയിമിലാക്കി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഷുഗർ നന്നായിട്ട് ക്യാരമലൈസ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ആ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരമൽ ഒഴിച്ച ശേഷം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ 8 പീസ് ബ്രെഡിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി എടുക്കുക. ഇനി ആ മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം ഷുഗർ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ ആ ഒരു ക്രിസ്റ്റൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് തന്നെ കിട്ടുവേ. അതിനായിട്ടാണ് ആദ്യം തന്നെ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ, ചെറിയ ചെറിയ പീസസ് ആക്കി കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എഗ്ഗാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 എഗ്ഗും ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് മിൽക്കാണ്. നമ്മൾ 1 കപ്പോളം മിൽക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാരമൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അരിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അരിപ്പ വെച്ച് അരിച്ച് നമ്മൾ ആ ഒരു മിക്സ് മുഴുവനായിട്ടും നമ്മുടെ കാരമലിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ഒന്ന് മൂടി വെച്ചാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിളച്ച ശേഷം ഞാൻ ആ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റീമറും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 30 മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ആ ഒരു പാത്രത്തിൽ നിന്നും മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തോന്ന് അറിയാനായിട്ട് ചെറിയൊരു സ്ക്യൂർ വെച്ചൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 2 hours ഒക്കെ വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ചാൽ ഇത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഞാനതൊന്ന് സൈഡൊന്ന് വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് പ്ലേറ്റിൽ വെച്ച് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പതിയെ ഒന്ന് പൊക്കിയെടുത്താൽ മതിയേ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള അമേസിങ് ടേസ്റ്റോട് കൂടിയ കാരമൽ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിംഗ് ആണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും പാർട്ടികളിലും ഒക്കെ സ്റ്റാർ ആവാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. തലേ ദിവസമൊക്കെ ഉണ്ടാക്കി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ച് വീട്ടുകാർക്കും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഒക്കെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ.
ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.